നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ, നമ്മുടെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വരാഹി ദേവിയുടെ പ്രാർത്ഥനയും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മണി അഫർമേഷൻസ് മുടങ്ങാതെ ചൊല്ലാൻ ശ്രമിക്കണം. സാമ്പത്തിക ഭദ്രതയാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമെന്ന് ചിന്തിക്കുക. മാനിഫെസ്റ്റേഷൻ എനർജി, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ 24 അവേഴ്സും അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ചിന്തിക്കാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഒരു കാര്യത്തെ ഫസ്റ്റ് ഒരു പരീക്ഷണം പോലെ ഒരു കാര്യത്തെ നിങ്ങളൊന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കുക. അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യത്തെ നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം പല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റിംഗ് ചെയ്തു വരുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചും ഒന്നും ചിന്തിക്കേണ്ട, പോസിറ്റീവായ വശം മാത്രം ചിന്തിക്കുക. നിങ്ങൾക്കത് കിട്ടി, നിങ്ങളത് ഉപയോഗിച്ചു എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പോയിക്കോട്ടെ, ഒരു 1000 രൂപ നിങ്ങൾക്ക് നാളെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ലഭിക്കണം, 1000 രൂപ എനിക്ക് വേണം, ഐ ലവ് യു മണി പ്ലീസ് കമ്മിങ്, ഐ ലവ് യു മണി പ്ലീസ് കമ്മിങ് എന്നിങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിച്ചതൊന്ന് മാനിഫെസ്റ്റിംഗ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾക്ക് പല നിരാശകളും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ പോകുന്നത് മെയിനായിട്ടുള്ള നിരാശയാണ്. കാരണം അതായത് എനിക്കത് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്കത് വിധിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള കുറേ നിരാശ എന്ന സിറ്റുവേഷൻസിലും ആണ് ഓരോ വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പെട്ടെന്ന് തന്നെ ലൈഫിൽ സക്സസ് ആവുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവും വളരെയധികം ഹാപ്പിനെസ്സോടു കൂടിയും അവർ പോസിറ്റീവായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്തതുപോലും ലഭിക്കില്ലാത്തതുപോലും അവർ പോസിറ്റിവിറ്റിയോട് കൂടി ഇങ്ങനെ ആഗ്രഹിക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമാണ് ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ പറയില്ല അത്ഭുതം, അവൻ എത്ര പെട്ടെന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് ആളുകൾ എത്തുന്നത് അവരുടെ പോസിറ്റിവിറ്റിയാണ്. അവരൊരിക്കലും നെഗറ്റീവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചെറിയൊരു കാര്യത്തെ ഒന്ന് മാനിഫെസ്റ്റിംഗ് ചെയ്ത് നോക്കുക. നിങ്ങളിലേക്ക് അത് വരണമെന്ന് ആഗ്രഹിച്ച് വന്നു എന്നും അനുഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പവർ അതെനിക്ക് വന്നിരുന്നെങ്കിൽ എനിക്കത് വേണമെന്നുള്ള ഒരു സ്ട്രോങ് പവർ കൊടുത്ത് നിങ്ങൾ 1 ദിവസം 2 ദിവസം ഗ്യാപ്പ് ഇട്ട് ചില കാര്യങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്യുക. അത് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും കണക്റ്റ് ചെയ്യുക. എന്നാണെന്നറിയോ, മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് എടുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഒറ്റയടിക്ക് നമ്മൾ വലിയൊരു കാര്യം ചിന്തിക്കുന്നതിലും നമ്മുടെ മാനിഫെസ്റ്റേഷൻ പവർ പോലും ബ്ലോക്കായിട്ട് നിൽക്കുന്നവരുണ്ടാകും. ആ ഒരു ബ്ലോക്ക് എനർജിയിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങളെ മാനിഫെസ്റ്റിംഗ് ചെയ്ത് നമ്മളൊരു പവർഫുൾ എനർജിയിലേക്ക് വരണം. ഒരുപാട് പ്രശ്നങ്ങൾ കരിയർ പാതയിലാണെങ്കിലും സാമ്പത്തികപരമായിട്ട് ചില കാര്യങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ നമ്മളെ റീഡിങ്സിന് സമീപിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് കാണുന്ന ഒരു എനർജി അവരോട് മാനിഫെസ്റ്റേഷൻ ചെയ്യൂ എന്നാണ് ടാറോ പറയുന്നത്. അപ്പം നിങ്ങളിൽ എല്ലാവരിലും എൻ്റെ ഈ ഒരു റീഡിങ്സ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് എല്ലാവരോടും എനിക്ക് പറയാനുള്ള നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്, ഇപ്പോൾ
കൊക്കിന് ഒതുങ്ങുന്ന കൊത്തുക എന്ന് പറയുന്നത് പോലെ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ചെറിയ കാര്യങ്ങളെ ഒന്ന് മാനിഫെസ്റ്റിംഗ് ചെയ്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അത് തമാശയായിട്ട് നിങ്ങൾ കളയരുത്. നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ആഗ്രഹിച്ചാൽ മതി. നിങ്ങളത് എഴുതിക്കൊണ്ടിരിക്കേണ്ട, എവിടെയെങ്കിലും പോയി ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ എല്ലാ ജോലികൾ ചെയ്യുമ്പോഴും എപ്പോഴും എന്തെങ്കിലും പാട്ട് കേൾക്കുമ്പോഴും നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക കേട്ടോ, പൊടി തട്ടിയെടുക്കുക. കാരണം നമ്മളിലെല്ലാ മനുഷ്യരിലും ആ ഒരു പവർ എനർജി ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഡൗൺ ആയിട്ട് നിരാശ എനർജിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരു രീതിയിലും ഒരു പൂർണ്ണത ലഭിക്കാതെ പോണത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവർ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്ത് ചെയ്യണം? നേടിയെടുക്കണം. പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് കിട്ടണം, എനിക്കത് വേണം, അതിനെ സ്നേഹത്തോടെ നിങ്ങൾ വിളിക്കണം. അതായത് എന്ത് കാര്യമായിക്കോട്ടെ അതിനെ സ്നേഹപൂർവ്വം എന്നിലേക്ക് വരൂ, നീ എന്നിലേക്ക് വരൂ എന്ന് എപ്പോഴും ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ആ ഒരു കാര്യം നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ, അതായത് ഇതിനകത്ത് വീഡിയോസിൻ്റെ അടിയിൽ തന്നെ അത് ലഭിച്ചു എന്നുള്ളത് നിങ്ങൾ എഴുതണം. അതായത് ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്നോർത്ത് പിന്മാറരുത്, 2 പ്രാവശ്യം കിട്ടിയില്ല എന്നൊരു ഓർത്ത് പിന്മാറരുത്. 100 വട്ടം ചെയ്യേണ്ട വന്നാൽ നമ്മളത് ചെയ്യണം. കാരണം അത് നിങ്ങളിലേക്ക് വരാത്തത് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, നിങ്ങളിൽ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ്. മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങൾക്ക് ബ്ലോക്കേജ് മാറി അത് നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ആഗ്രഹിച്ചാൽ മതി. പണ്ടൊരിക്കൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു നടൻ പറഞ്ഞതുപോലെ, ഞാൻ ആഗ്രഹിച്ചാൽ അതെനിക്ക് കിട്ടും, അതുകൊണ്ട് ഞാനൊന്നും ആഗ്രഹിക്കാറില്ല എന്ന് പറയുന്നത് പോലെ അത്രത്തോളം പവർഫുള്ളാണ്, അത്രത്തോളം എനർജറ്റിക്കാണ് ആ ഒരു വ്യക്തി. അതുകൊണ്ടാണ് അദ്ദേഹം ചുമ്മാ ആഗ്രഹിച്ചാലും അത് അദ്ദേഹത്തിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു എനർജിയിലേക്ക് എത്തണം. അതായത് ആ ഒരു പേഴ്സണൽ നെഗറ്റിവിറ്റി ഇല്ല. ആര് അനാവശ്യം പറഞ്ഞാലും ആര് ദ്രോഹിക്കാൻ ചെന്നാലും ചിരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് കടന്നു പോകുന്നത് കൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് അതിനുള്ള ഒരു സാധ്യത, അതായത് ഒരു പോസിറ്റിവിറ്റി ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ആകണം. അല്ലാണ്ട് സങ്കടപ്പെട്ടും കരഞ്ഞും ഒക്കെ അതായത് നമ്മളിലേക്ക് നിങ്ങൾ ആ ഒരു ദുഃഖത്തോടു കൂടി വരുമ്പോൾ നമ്മളും കൂടി എന്താവുകയാണ്, നെഗറ്റീവായി മാറുകയാണ്. നമ്മളുടെ ചെറിയൊരു എനർജി ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങളെ കേൾക്കുന്നവർ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോരുത്തരും 1 by 1 ആയിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളർത്തുക, പോസിറ്റീവായിട്ട് നേടിയെടുക്കുക. ഓരോ കാര്യങ്ങൾ ചെറുതിൽ തുടങ്ങി നിങ്ങൾക്കത് തിരിച്ചറിയുമ്പം അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് കാര്യങ്ങൾ വന്നുകൊള്ളും കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 of Swordsൻ്റെ എനർജിയാണ് കേട്ടോ. ഒരു ട്രാവലിംഗ് എനർജി ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരു മാറ്റത്തിൻ്റെ സമയമായി നിങ്ങൾക്കതിനുള്ളൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. ആരിൽ നിന്നൊക്കെയോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ചിങ്ങിനുള്ള ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പോസിറ്റീവ് ആവുന്നതിൻ്റെ ഫലമായിട്ട് ഫ്യൂച്ചർ ലൈഫിലേക്കുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരാൻ പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട സമയമായി. അതിനുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ അതിനു വേണ്ട ചില അഡ്വൈസ് നിങ്ങൾക്ക് മറ്റു പലരിൽ നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ട്രാവലിംഗ് എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാനായിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ആരിൽ നിന്നോ ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ആ ലഭിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യങ്ങളെ പോയി തിരിച്ചെടുക്കാനുള്ള ഒരു കഴിവ്, ഒരു പവർ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു. അതിനുള്ള അവസരം ലഭിക്കുന്നു. അതിന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ 4 of
കപ്സിൻ്റെ എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച, നിങ്ങൾ ഒരുപാട് ഡൗൺ ആക്കി കളഞ്ഞ, നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും പവർ ലോസിങ് വരുത്തി, നിങ്ങളെ മിസ്യൂസ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ, അതായത് ഇതൊരു വിധിയാണെന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു നെഗറ്റീവ് എനർജി, ഒരു കർമ്മ അല്ലെങ്കിൽ ഒരു വിധിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും നിങ്ങളെ ഒരുപാട് പെയിൻഫുള്ളാകുന്ന എക്സ്പീരിയൻസ് നൽകി കടന്നുപോയ ചില ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് എനർജി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു ക്ഷമാപണത്തിൻ്റെ എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ദ്രോഹിച്ച, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, നിങ്ങളോട് വിശ്വാസ വഞ്ചന കാണിച്ച, നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മുമ്പിൽ വന്ന് ഒന്നെങ്കിൽ നിങ്ങളോടൊരു സോറി പറയാം, അല്ലെങ്കിൽ കുറ്റങ്ങൾ ഏറ്റു പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ റിജക്റ്റ് ചെയ്ത, നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചു പോയ, നിങ്ങളെ വേണ്ട എന്ന് ഉറച്ച് തീരുമാനിച്ച ആ ഒരു എനർജി കപ്പ് ഓഫ് ലവുമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്, പക്ഷെ നിങ്ങൾ ഒന്നിനെയും സ്വീകരിക്കുന്നില്ല. കാരണം പാസ്റ്റിലെ നിങ്ങളുടെ ചില എക്സ്പീരിയൻസുകൾ നിങ്ങളെ ഒരു തീരുമാനം, അതായത് എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കാൻ പാകത്തിന് ഒരു സ്ട്രോങ് എനർജിയാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഒരു ദിവസമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ നിങ്ങളെ ഏത് രീതിയിൽ ദ്രോഹിച്ചോ, ഫ്രണ്ട്ഷിപ്പ് എനർജിയുടെ പുറത്ത് ദ്രോഹിച്ചോ, സ്നേഹബന്ധം പ്രണയം സമ്മാനിച്ച് ദ്രോഹിച്ചോ, നിങ്ങളെ മിസ്യൂസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന, നിങ്ങൾക്ക് മുന്നിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ടോപ്പ് എനർജിയിലേക്ക് നിങ്ങൾക്ക് ഒരു അഭിമാനം ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ്, നിങ്ങളാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്ന് തീർത്ത ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്ന് പോസിറ്റീവായിട്ടൊരു അന്തരീക്ഷം, ഒരു ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് നടപ്പിലാക്കപ്പെടുന്നു. ശരിക്കും ശക്തമായിട്ടും ഇപ്പം നമ്മൾ മുൻപിൽ പറഞ്ഞ എനർജി പോലെ മാനിഫെസ്റ്റേഷൻ എനർജിയിലേക്കൊക്കെ ഇറങ്ങാൻ പാകത്തിന് കുറേ ആളുകൾക്കൊരു ഹീലിംഗ് എനർജി, ഒരു ഹീലിംഗ് പർപ്പസ് ഈ ഒരു സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ട് നടക്കുന്ന ഒരു കോളായിട്ടാണെങ്കിലും, നിങ്ങളെ നേരിട്ട് കാണുന്നതോ മെസ്സേജ് ആയിട്ടാണെങ്കിലും, നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ ചൂഷണം ചെയ്ത ഒരു വ്യക്തിയുടെ പ്രസൻസ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുപോലെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ഇന്നൊരു ക്രിയേറ്റിവിറ്റിയൊക്കെ, പുതിയ ചില കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ പറ്റുന്ന ദിവസമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി തുടങ്ങുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് പേജ് ഓഫ് കപ്സും ദ ഫൂൾ കാർഡുമാണ് നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു മാനിഫെസ്റ്റേഷൻ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് തുടങ്ങാം കേട്ടോ. അതായത് ക്രിയേറ്റിവിറ്റി, ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ്. ഞാൻ വെറുതെ ആണ് ആ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ എനർജിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കുറച്ച് സങ്കടങ്ങളൊക്കെ ഒരാൾ പറഞ്ഞത് കേട്ടതുകൊണ്ട് എനിക്കങ്ങനെ തോന്നി നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ സിമ്പിളായിട്ട് നടക്കും. നമ്മൾ എവരി ടൈം നമ്മളെപ്പോഴും വേണ്ടാത്ത കാര്യം ചിന്തിക്കുന്നില്ലേ? ചുമ്മാ മറ്റുള്ളവരെ, നമ്മളെ ചീറ്റിംഗ് ചെയ്തവരെ, നമ്മൾക്കിടെ ലൈഫിൽ നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളെ, നമുക്ക് ലഭിക്കാതെ വരുന്ന കുറേ നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിന് പകരം നിങ്ങൾ ഈ കാര്യം, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ചിന്തിക്കുക. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ എനർജിയെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സമയമായി എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ചും തന്നിരിക്കുന്നത്. ബർഡൻ ഇറക്കി വെക്കേണ്ട സമയം. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ നിങ്ങൾ ഏറ്റി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബർഡൻ ഇറക്കി വെക്കേണ്ട സമയമാണ്. ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഒന്ന് നിങ്ങൾക്ക് വേണ്ടി സ്ട്രഗിളിങ് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ അതേ എനർജി വീണ്ടും വീണ്ടും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കേണ്ട സമയമായി. അതിൻ്റെ ഒരു തിരിച്ചറിവാണ്. നിങ്ങൾക്ക് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. വലിയൊരു സക്സസ് ജീവിതത്തിൽ, മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന ഒരു സക്സസ് എനർജിയിലേക്ക് പോകേണ്ട സമയമായി കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം ഇത് ഭഗവാൻ നൽകിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണ്ട് നിങ്ങൾ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കയറി വരിക കേട്ടോ. സാമ്പത്തികപരമായിട്ടുള്ള ചില ലോസ് എനർജിയിലൊക്കെ നിങ്ങൾക്ക് ഒരു തുടക്കം, ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ പരമാകുന്ന ലോസ് എനർജി
അൺസർട്ടനിറ്റിയോ കരിയർ പാതയിൽ എന്തെങ്കിലും ഒരു സ്റ്റക്നെസ്സോ നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി ഇല്ലായ്മയൊക്കെ കരിയർ പാതയിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെയും ഒരു ഇൻസ്പിറേഷൻ, നിങ്ങൾക്കൊരു കരുത്ത് വരുത്താനാണ് പറയുന്നത് കേട്ടോ. ഒരു കരുത്തുറ്റ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് മാറണം. കാരണം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട്, ഗ്രോത്ത് വരാനുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്കൊരു എന്താ പറയുക പോസിറ്റിവിറ്റി, അതായത് നിങ്ങൾ ഒരു അത്ഭുതകരമാകുന്ന ഒരു മിറാക്കിൾ എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകും. എന്ത് കാര്യങ്ങളിലൊക്കെയാണോ നിങ്ങൾക്ക് ലോസ് എനർജി സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്തതിൻ്റെ ഫലമായിട്ടൊക്കെ നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സാമ്പത്തിക ഭദ്രത, കുടുംബപരമാകുന്ന ഐക്യം, ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. ഡിലേ ആയിരുന്ന ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളുടെ ഫാമിലിപരമായിട്ടുള്ള ലൈഫിൽ കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഗ്രോത്ത്, ഒരു ലൈഫ് ലോങ് സക്സസ് എനർജിയൊക്കെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ ബേസ് ചെയ്ത് കേൾക്കാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയിലൂടെ, അതായത് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി, അതായത് സ്റ്റക്കായിട്ട് നിന്ന, ഡിലേ ആയിട്ട് നിന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കുടുംബപരമായിട്ട്, അതായത് ഫാമിലിയെ ബേസ് ചെയ്ത് കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് എനർജി, ഒന്നെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തേക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഒരു ട്രാവലിംഗ് എനർജിക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ട്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ആ ഒരു കാര്യം ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ആഗ്രഹിക്കുന്ന, അതായത് മനസ്സ് ഭയങ്കരമായിട്ട് വ്യാകുലപ്പെട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. സ്റ്റക്കായിട്ടൊക്കെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ഭദ്രത, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഒരു വിജയം, അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങളുടെ കുടുംബത്തിൽ പോലും ഉണ്ടാകുന്നത് ആ ഒരു എയർ ട്രാവലിങ്ങിനെ ബേസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എയർ ട്രാവലിംഗ്, അതായത് നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച വ്യക്തികൾക്ക് സ്റ്റക്കായിട്ടൊക്കെ നിന്നതായിരിക്കാം ഒരു ഗുഡ് ന്യൂസ് എനർജി. അതായത് നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിൽ, ഉറക്കം നഷ്ടപ്പെടുത്തിയ സിറ്റുവേഷൻസിൽ നിന്നും ഒരു മൂവ്മെൻറ്റ്സ് വരുന്നു, മാറ്റങ്ങൾ വരുന്നു. കാരണം മാനിഫെസ്റ്റേഷൻ പവറാണത് കേട്ടോ. ആ ഒരു കാര്യമൊക്കെ ലഭിക്കുന്നവർ ശക്തമായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തതിൻ്റെ ഫലമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഒരു സ്വപ്ന റിയാലിറ്റി ആകുന്നു കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ്, അതായത് പൂർണ്ണമായും തകർന്നു പോയ, അവസാനിച്ചു, ഇനി അതില്ല എന്ന് ചിന്തിച്ച ആ ഒരു ബന്ധം വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ എനർജിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫിനാൻഷ്യൽ പരമാകുന്ന ജോലിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾ, സാമ്പത്തികപരമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ്സോ അതിനകത്തൊരു ലീഡർഷിപ്പ്, അതായത് ഒരു മാനേജിങ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു കൺട്രോളിങ് ഉണ്ടാവണമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു നെഗറ്റീവ് എനർജിയെ ബേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി, 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ്, പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി ഇന്ന് നിങ്ങളുടെ ഫാമിലി പരമാകുന്ന, അതായത് ചിലരെ സംബന്ധിച്ചൊരു വിവാഹപരമാകുന്ന കാര്യങ്ങളൊക്കെ വന്ന് അടുത്ത് ചേരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ അതല്ലെങ്കിൽ നിങ്ങളിലോ ഒക്കെ ഒരു വിവാഹത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്നൊരു ഗുഡ് ന്യൂസ് പോലെ നിങ്ങളിലേക്ക് അത് പാസ്റ്റിൽ നിന്നുമുള്ളൊരു വ്യക്തിയുടെ പ്രസൻസാണ് കേട്ടോ. പാസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ പ്രസൻസിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പി ഫാമിലി എനർജി കണക്റ്റഡ് ആകുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. നമുക്കിന്ന് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് റീകൺസിഡർ എന്നാണ് കേട്ടോ. അതായത് പുനർവിചിന്തനം നടത്തുക എന്നാണ് നമ്മളോട് പറയുന്നത്. അത് നമ്മളെ കുടുംബപരമാകുന്ന ബന്ധത്തെ ബേസ് ചെയ്താണ് കേട്ടോ. ഫാമിലിയുടെ ഒരു ലോങ് ടൈം സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെൽത്ത് എനർജിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം ഒരു ശ്രമം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ ഒരു പുനർവിചിന്തനം നടത്തുക എന്ന് പറയുന്നുണ്ട്. റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വീണ്ടെടുക്കുക എന്നാണ് കാണുന്നത്. അത് കൺട്രോളിങ് ആൻഡ് വിൽ പവർ, നിങ്ങളുടെ ആ ഒരു ചലഞ്ചിങ് എനർജി, നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻസിനെയും ഫോക്കസ് ചെയ്യാനും കോൺഫിഡൻസോട് കൂടി
കൂടി നേടിയെടുക്കാനുമുള്ള ആ ഒരു പവർ സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് പറഞ്ഞിരിക്കുന്നത് അത് വീണ്ടെടുക്കുക എന്നാണ്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ. ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് ഇനിയും സ്റ്റക്നെസ് ഉള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനും മറ്റുമൊക്കെ കാത്തിരുന്നിട്ടും സ്തംഭനാവസ്ഥ ഉണ്ട് എങ്കിൽ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ്. ഈ വരുന്ന അടുത്ത മാസം തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ഓക്കെ ആയി വരും, പോസിറ്റീവായിട്ട് വരുമെന്നാണ് കാണുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു ബാലൻസ് നിങ്ങളിലേക്ക് വളരെയധികം കണക്റ്റഡ് ആവുക തന്നെ ചെയ്യണം. ഇതിലും നല്ല ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അതായത് എവിടെയാണോ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻസിനേക്കാൾ വളരെ നല്ല ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ഒരിടത്തും സ്തംഭന അവസ്ഥയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ചില സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുപോകേണ്ടതാണെങ്കിൽ വിട്ടുപോകുക തന്നെ ചെയ്യുക എന്നാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പം റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.